ഈ ഷർട്ട് വേണ്ടടി. എന്തേ ഷർട്ടിന് കുഴപ്പം? അത് മറ്റതും മതിയെന്നേ. പിന്നെ നോക്ക് നാല് വീട്ടിടാനുള്ളൊക്കെ എടുത്തിട്ടുണ്ട്. ആര് വീട്ടില്? ചെന്നൈയില് നിനക്ക് വീടുണ്ടോ? നമ്മള് ഹോട്ടലിലാണടി. ബ്ലൗസ് എവിടെ? തുടങ്ങി കുത്തണ്ടെന്ന് പറഞ്ഞു. ഇവളുടെ ലീവ് പറയാനായിട്ട് ഞാൻ സ്കൂളിൽ ചെന്നേ. അപ്പൊ പ്രിൻസിപ്പൾ എന്നോട് പറയാണ് ഇവള് ഒരു ദിവസം അവിടെ കൊണ്ടുപോകുന്നത് ഗസ്റ്റ് ആയിട്ട്. എന്നെയോ? എത്രയോ PTA മീറ്റിങ്ങിന് തേരാപാര അവളവിടെ പോയിരുന്ന ആർക്കും വേണ്ട. ഇപ്പം ഷൈൻ ചെയ്യാൻ മോക്ക്. അല്ലടി, ആ യുവമാര് ഇതുവരെ വിളിച്ചില്ലല്ലോ. അവര് വിളിച്ചല്ലോ. ആരെ? ഇപ്പൊ കുറച്ചുമ്പോ വിളിച്ചവര്. ഇതിലാ എന്നെ വിളിച്ചെന്ന്. നിന്നെ വിളിച്ചോ? അതെ, എന്നെ വിളിക്കാത്തവര്. എന്നെ വിളിച്ച് കിട്ടി കാണൂല. എടാ ഇവിടുന്ന് എപ്പോ പോണ്ടി വരും? 6 മണിക്ക് ഇറങ്ങണം. 6 മണിക്ക് വണ്ടി വരുമോ? രാവിലെ 6 മണിക്ക് വണ്ടി വരും. നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ, രാവിലെ പോണോ? അല്ല, ഞാനേ അവരോടൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. എന്തുവാ? അല്ല, ഒന്നുമില്ല. പിന്നെ നമ്മൾ ചെന്നൈ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് അവിടെ ആരെങ്കിലും വിഷമിക്കണ്ട, അതിനൊരു പ്രശ്നമില്ല. നിങ്ങൾ ചെന്ന് ഇറങ്ങുമ്പോഴേക്കും അവിടെ വണ്ടി വരും, നിങ്ങളെ പിക്ക് ചെയ്യും, നേരെ അവർ കൊണ്ടുപോകും. അത്ര തന്നെ. പിന്നെ രാവിലെ ഇനി ഇവിടെ ഭക്ഷണം വെക്കാനും രാവിലെ വെക്കാൻ എവിടെയാ സമയം? 6 മണിയാകുമ്പോ പോണെങ്കിൽ പിന്നെ അപ്പൊ എന്താ നാളെ അവിടെ ഇഡലി ഉണ്ടാക്കാം, വേഗം ഉണ്ടാവൂലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എല്ലാവരും കൂടി അവിടെ ഉണ്ടാക്കിയത്. അല്ല, ഇനി ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുവേട്ടാ ബ്രേക്ക്ഫാസ്റ്റ്. ഞാനില്ല കേട്ടാ, വല്ല ഇംഗ്ലീഷ് സാധനങ്ങളൊക്കെ. അങ്ങനെയൊന്നല്ല, ഇംഗ്ലീഷ് സാധനം ചെന്നൈക്കുള്ള ഫ്ലൈറ്റ്. അന്ന് എന്റെ കുഞ്ഞമ്മ പോയില്ലേ ഡൽഹിക്ക്? തുടങ്ങി തള്ളു തുടങ്ങി. എന്താ കുഞ്ഞമ്മ പോയില്ലേ? ഇവളെ അമ്മയുടെ കൂടെ നിന്ന് നല്ലോണം തള്ളാൻ പഠിച്ചു. വേറൊരു കാര്യം, വീനി അധികം നേരം വർത്തമാനം പറയുകയും ചെയ്യാതെ ശരിക്കും പോയി കിടന്നുറങ്ങണം കേട്ടോ. ഉറപ്പൊഴിക്കാൻ നിൽക്കുകയും ചെയ്യണ്ട. ഫ്ലാസ്ക് ഉണ്ടോ? അതാ ഞാൻ ഓർത്തത്, ഫ്ലാസ്ക് കൊണ്ട് തരണേ. ചുടുവെള്ളം വേണമെങ്കിൽ കയ്യിൽ വെച്ചോ. ചുടുവെള്ളം എടുത്തോളൂ.